ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LED ബൾബിൻ്റെ അകത്തെ സർക്യൂട്ടിനെ പറ്റി വിശദമായിട്ട് അറിയണോ? എനിക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചേക്കുന്നത് ഒരു 9 വാട്ടിൻ്റെ LED ഡ്രൈവർ ബോർഡാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസാണ്. MOV, ഫ്യൂസിബിൾ റെസിസ്റ്റർ ഒക്കെ കാണാം. ഇതുകൂടാതെ ഒരു ഇൻഡക്ടറും പോളിസ്റ്റർ കപ്പാസിറ്ററും കാണാൻ സാധിക്കും. അത് റെക്ടിഫയറിന് മുമ്പാണ്. ഹൈ ഫ്രീക്വൻസി നോയ്സ് തിരിച്ച് ലൈനിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ബ്രിഡ്ജ് റെക്ടിഫയർ കാണാൻ പറ്റും. ഇതൊരു 800 mA കുഞ്ഞൻ റെക്ടിഫയർ ആണ്. ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു ഫിൽട്ടർ കപ്പാസിറ്ററിലും കൊടുത്തിട്ടുണ്ട്. അത് പോളിസ്റ്റർ കപ്പാസിറ്റർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനിയാണ് ഈ സർക്യൂട്ട് ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇതിന്റെ സ്വിച്ചിങ് IC. ഇതൊരു ബക്ക് കൺവേർട്ടർ ആണ്. അതായത് ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കുന്ന ഒരു സർക്യൂട്ടാണ്. അതിനുവേണ്ടിയാണ് ഈ IC യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻഡക്ടർ കോയിലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഡക്ടറിലേക്ക് നൽകുന്ന ഓരോ പൾസിനും ഒരു ബാക്ക് EMF സൃഷ്ടിച്ച് അത് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് LED ഡെലിവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ആവുന്ന ആ വോൾട്ടേജിൽ നിന്ന് ഒരു പോർഷൻ ഈ റെസിസ്റ്റർ നെറ്റ്വർക്കിലൂടെ സാമ്പിൾ എടുത്ത് തിരിച്ച് IC-ലേക്കും കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. അതായത് എന്തെങ്കിലും കാരണവശാൽ ഈ IC-യുടെ ഇൻപുട്ടിലേക്കുള്ള വോൾട്ടേജ് കുറയുവാണെങ്കിൽ, അതായത് സപ്ലൈ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചിങ് സ്പീഡ് കൂട്ടി ഇൻഡക്ടറിന്റെ അക്രോസുള്ള വോൾട്ടേജ് കൂട്ടി കൃത്യമായിട്ട് തന്നെ വോൾട്ടേജ് റിലേഷൻ പോസിബിൾ ആക്കുന്നു. കാഴ്ചയിൽ ഒരു ട്രാൻസ്ഫോമർ പോലെ തോന്നുമെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഡക്ടർ ഈ ഇരിക്കുന്നതാണ്. അതിൻ്റെ അക്രോസ് ഒരു കപ്പാസിറ്ററും ഉണ്ട്. പിന്നെ നമുക്ക് ഈ IC-യുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് വളരെയധികം ഫീച്ചറുള്ള IC ആണ്. ഓപ്പൺ സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, അതുപോലെ ഓവർ ടെമ്പറേച്ചർ ട്രിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാവോ? ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് ഒന്നല്ലെങ്കിൽ 36 വോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ 72 വോൾട്ട് ആയിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള കറണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം മാക്സിമം ഡെലിവറി ചെയ്യാൻ പറ്റുന്നുള്ളത്. LED ബൾബിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് 90 വോൾട്ട് തുടങ്ങി ഏകദേശം 270 വോൾട്ട് വരെയുള്ള റേഞ്ചിൽ വളരെ സേഫായിട്ട് തന്നെ ഉപയോഗിക്കാം. സിമ്പിളായിട്ട് ഒരു LED ബൾബ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.